ഫലസ്തീനിൽ ഏകദേശം 2 വർഷത്തോളമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം നമ്മളൊക്കെ മനസ്സിലാക്കിയിരുന്നത് അത് അവിടെയുള്ള പ്രദേശത്തുള്ള ജനങ്ങളെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമാണെന്നുള്ളതായിരുന്നു. പക്ഷേ പിന്നീട് അത് ഖത്തറിൽ കൂടി ബോംബ് വീഴുന്ന സാഹചര്യത്തിൽ നമ്മുടെയൊക്കെ അടുത്ത ആളുകളിലേക്ക് അത് എത്തിച്ചേർന്നതായിട്ട് നമുക്ക് മനസ്സിലായി. ഇത് പല ഭാഗത്തേക്കും പടർന്നു പിടിക്കാൻ പോകുന്ന ഒരു വലിയ യുദ്ധത്തിൻ്റെ ചെറിയൊരു തുടക്കം മാത്രമാണിത്. ഫലസ്തീനിലെ എല്ലാ മനുഷ്യരെയും കൊന്നൊടുക്കി എന്ന് തന്നെ നമ്മൾ സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ അവരുടെ അതിർത്തികൾ ഇനി വ്യാപിപ്പിക്കാൻ പോകുന്നത് സൗദി അറേബ്യയിലേക്കും ഇറാഖിലേക്കും ഈജിപ്തിലേക്കും ലെബനാനിലേക്കും സിറിയയിലേക്കും തുടങ്ങി ഇന്നത്തെ അധിനിവേശ ഇസ്രായേലിൻ്റെ ചുറ്റുവട്ടത്തുള്ള എല്ലാ രാജ്യങ്ങളിലേക്കുള്ള മനുഷ്യരെ കൊന്നെടുക്കാനുള്ള ഒരു തുടക്കമായിരിക്കും ഇത്. കാരണം സയണിസം എന്ന് പറയുന്ന ഐഡിയോളജിയുടെ തുടക്കം മുതലേയുള്ള ഒരു പദ്ധതിയാണ് ദ ഗ്രേറ്റർ ഇസ്രായേൽ. അവരുടെ അതിർത്തികൾ അവർക്ക് വാഗ്ദത്തം ചെയ്യപ്പെടുമെന്ന് അവർ വിശ്വസിക്കുന്ന ഭൂമിയിലേക്ക് മുഴുവനായിട്ടും അവരുടെ രാജ്യം വ്യാപിപ്പിക്കുകയും അവിടെയുള്ള മനുഷ്യരെയൊക്കെ കൊന്നു തീർക്കുകയും ഒരു വലിയൊരു ജൂതരാഷ്ട്രമായിട്ട് ആ ദേശം മാറ്റുകയും ചെയ്യുന്നതാണ് അവരുടെ ഐഡിയോളജി. അതുകൊണ്ട് ഇന്ന് ഫലസ്തീനികൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ജീവനും രക്തവും വലിയൊരു യുദ്ധത്തിനെതിരെയുള്ള പോരാട്ടമാണ്. അവരിതിൽ തോറ്റുപോയി കഴിഞ്ഞാൽ നാളെ ഈ ലോകത്ത് ആരൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടോ അവരിലൊക്കെ വ്യാപിക്കാൻ പോകുന്ന ഒരു വിപത്താണിത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് കഴിയാവുന്നിടത്തൊക്കെ ഇതിനെതിരെ യുദ്ധത്തിനെതിരെ മൗനികളാകുന്നവരുടെ കൂട്ടത്തിൽ പെടാതെ പ്രതികരിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ കയ്യിൽ വലിയൊരു ആയുധമുണ്ട്, അത് സോഷ്യൽ മീഡിയ ആണ്. അതിലൊരു എഴുത്ത് കൊണ്ട്, ഒരു സ്റ്റോറി കൊണ്ട്, ഒരു പോസ്റ്റ് കൊണ്ട്, ഒരു റീപോസ്റ്റ് കൊണ്ടെങ്കിലും അതിനെതിരെ പ്രതികരിക്കാൻ നമുക്ക് കഴിയണം. ഇല്ലെങ്കിൽ നാളെ ചരിത്രത്തിൽ യുദ്ധത്തിനെതിരെ നോക്കി നിന്ന നിസ്സഹായരായ മനുഷ്യരുടെ കൂട്ടത്തിൽ നമ്മുടെയൊക്കെ പേര് ചേർക്കപ്പെടും.